بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. തൗബയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഖാല ബഅദുൽ ആരിഫീന, അള്ളാഹുവിൻ്റെ ആരിഫുകളായ മഹാന്മാരിൽപ്പെട്ട ഏതൊരു മഹാൻ പറഞ്ഞു, ഇന്നലില്ലാഹി തആല, നിശ്ചയം അള്ളാഹുവിനുണ്ട്, ഇലാ അബ്ദിഹി, അവൻ്റെ അടിമയിലേക്ക് ചേർത്തിട്ട്, സിർറൈനി, രണ്ട് രഹസ്യങ്ങൾ, യസുറുഹുമാ ഇലൈഹി, ആ രണ്ട് രഹസ്യങ്ങളെ അള്ളാഹു തആല അവനിലേക്ക് എത്തിച്ചു കൊടുക്കും. അലാ സബീലിൽ ഇൽഹാമി, മനസ്സിലേക്ക് അള്ളാഹു തആല തോന്നലിട്ട് കൊടുക്കും രണ്ട് സിറുകളെ. ആ സിറ് അള്ളാഹുമായിട്ടുള്ള അടിമയുടെ ബന്ധമാണ്. അഹദുഹുമ, അതിൽപ്പെട്ട ഒന്ന്, ഇതാ ഖറജ, അവൻ പുറത്തു വന്നാലാണ്, മിൻ ബത്നി ഉമ്മിഹി, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാൽ, യഖൂലു ലഹു, അള്ളാഹു തആല അവനോട് ഇൽഹാമിലൂടെ പറയും, അബ്ദി, എൻ്റെ അടിമേ, ഖദ് അഖ്റജതുക, നിന്നെ ഞാൻ പുറപ്പെടുവിച്ചു, ഇല ദുന്യാ, ദുന്യാവിലേക്ക്, താഹിറൻ നളീഫൻ, ശുദ്ധിയുള്ളവനായ നിലയിൽ, വൃത്തിയുള്ളവനായ നിലയിൽ, പാപപങ്കിലമല്ലാത്ത നിലയിലും അർത്ഥം. വസ്തൗദഅതുക, ഞാൻ നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, ഉംറക, നിന്റെ ആയുസ്സിനെ ഞാൻ നിനക്ക് സൂക്ഷിപ്പ് മുതലായിട്ട് ഏൽപ്പിച്ചു. വഅതമൻതുക, ഞാൻ നിന്റെ വിഷയത്തിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചു, അലൈഹി, ആ ആയുസ്സിന്റെ മേൽ നിന്റെ വിശ്വാസം അർപ്പിച്ചു. വഅതമൻതുക, ഞാൻ നിന്നെ കുറിച്ച് വിശ്വാസം അർപ്പിച്ചു, അലൈഹി, ആ ആയുസ്സിന്റെ മേൽ നീ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുമെന്ന്. അതുകൊണ്ട് ഫൻദുർ കൈഫ തഹ്ഫദുൽ അമാനത്ത, നീ ചിന്തിക്ക് അമാനത്തിനെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. വൻദുർ, നീ നോക്ക്, ഇലാ കൈഫ തലഖാനി, ഏതവസ്ഥയിലേക്കാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്, ഏതവസ്ഥയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്ന് നീ ചിന്തിക്ക്. ഈ ഒരു തോന്നൽ അല്ലാഹു തആല ഓരോ മനുഷ്യനും ഇട്ടുകൊടുക്കും. ഇത് സിറാണ്. അപ്പൊ അവൻ പാവം ചെയ്യാൻ പോകുമ്പോഴേക്ക് ഈ തോന്നൽ അവന്റെ മനസ്സിൽ വരും, പാവം ചെയ്യാൻ പാടില്ല, മാനസികമായ ഗുണങ്ങൾ. വസാനി, രണ്ടാമത്തെ സിറ്, ഇന്ദ ഖുറൂജി റൂഹി, ഇവൻ മരിക്കുന്ന അവസരത്തിൽ, ആ റൂഹ് പുറപ്പെടുന്ന അവസരത്തിൽ, യഖൂലു, അല്ലാഹു തആല പറയും, അബ്ദി, എൻ്റെ അടിമേ, മാദാ സനഅത, നീ എന്താണ് ചെയ്തത്, ഫി അമാനത്തി, ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച എൻ്റെ അമാനത്തിൽ, എന്തൊക്കെ നിന്റെ അടുക്കൽ ഞാൻ ഏൽപ്പിച്ചില്ലേ, ആയുസ്, നീ എന്താണ് ചെയ്തത്. ഹൽ ഹഫിൽതഹ, നീ അതിനെ സൂക്ഷിച്ചോ. ഹത്താ തലക്കാനി, നീ എന്നെ കണ്ടുമുട്ടുന്നത് വരെ സൂക്ഷിച്ചോ. അലൽ അഹദി, കരാറനുസരിച്ച്, ആ കരാറിന്റെ മേൽ കണ്ടുമുട്ടുന്നത് വരെ. അങ്ങനെ ചെയ്താൽ ഫഅൽകാക, ഞാൻ നിന്നെ കണ്ടുമുട്ടും, അലൽ വഫായി, കരാർ പൂർത്തീകരണത്തിന്റെ മേൽ, നന്മയുടെ മേൽ ഞാൻ നിന്നെ കണ്ടുമുട്ടും. ഔ അളഅതഹ, അതെല്ലാം നീ അതിനെ പാഴാക്കിയാൽ ഫഅൽകാക, ഞാൻ നിന്നെ കണ്ടുമുട്ടും, ബിൽ മുതാലബത്തി വൽ ഇഖാബി, മുതാലബത്ത് കൊണ്ടും ഇഖാബ് കൊണ്ടും. മുതാലബത്ത് എന്ന് പറഞ്ഞാൽ പിടിക്കുക, തേടുക, ഹിസാബ് ചെയ്യുക, ഇഖാബ് ശിക്ഷിക്കുക. ഇതിലേക്കാണ് അൽ ഇശാറത്തു, സൂചന, ബി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ വാക്കിലുള്ള സൂചന അതിലേക്കാണ്. ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും, നിങ്ങൾ എൻ്റെ കരാറിനെ പൂർത്തിയാക്കുക, എന്നാൽ ഞാൻ നിങ്ങളോടുള്ള കരാറിനെ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ് ഇതിലേക്കാണ് സൂചന. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വബി ഖൗലിഹി തആല, വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, ആ ആയത്തിന്റെ സൂചനയും, ഒരു വിഭാഗം അവർ അവരുടെ അമാനത്തുകളെ, അവരുടെ കരാറിനെ എല്ലാം പാലിക്കുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. ഈ രണ്ടായത്ത് ഈ പറഞ്ഞ വിഷയത്തിലേക്കാണ് സൂചന. കരാറ് പൂർത്തീകരിച്ചാൽ അല്ലാഹു തആല നമ്മുടെ കരാറും പൂർത്തീകരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബയാനു അന്ന തൗബത ഇദസ്തജ്മഅത് ശറാഇതുഹാ ഫഹിയ മഖ്ബൂലത്തുൻ ലാ മഹാലത. ശറാഇതഹ, ബയാനു അന്ന തൗബത, തൗബ, ഇദസ്തജ്മഅത് ശറാഇത, തൗബയുടെ ഷർത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ, തൗബയ്ക്ക് വേണ്ട എല്ലാ നിബന്ധനകളും പാലിക്കപ്പെട്ടാൽ, ഫഹിയ, അപ്പ തൗബ, മഖ്ബൂലത്തുൻ, സ്വീകാര്യമായിരിക്കും, ലാ മഹാലത, നിസ്സംശയം,
എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം. തൗബയുടെ ഷർത്തുകളൊക്കെ ഒത്തെങ്കിൽ തീർച്ചയായും തൗബ സ്വീകരിക്കും. എൻ്റെ തൗബ അള്ളാഹ് സ്വീകരിക്കത്തില്ല എന്ന വിചാരം ഉണ്ടാവാൻ പാടില്ല. ഷർത്തുകളെല്ലാം ഒത്തെങ്കിൽ ആ തൗബ അള്ളാഹു താല സ്വീകരിക്കും. യഅലം, നീ അറിയണം, അന്നക്ക നിശ്ചയം, നീ ഇതാ ഫഹിംത, നീ മനസ്സിലാക്കിയാൽ, മഅനൽ കബൂലി, കബൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മഅനയെ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ലം തശുക്ക, നീ സംശയിക്കത്തേയില്ല. എന്ത് വിഷയത്തിൽ? ഫി അന്ന കുല്ല തൗബത്തിൻ സഹിഹത്തിൻ, സഹിഹായ എല്ലാ തൗബയും, കുറ്റമറ്റതായ എല്ലാ തൗബയും, വഹിയ മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന കാര്യം നിനക്ക് അതിൽ സംശയം ഉണ്ടാകത്തില്ല. എപ്പോഴും കബൂൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ. അപ്പൊ ഫന്നാദിറൂന ബിനൂരിൽ ബസായിരി, ഉൾക്കാഴ്ചയുടെ പ്രകാശം കൊണ്ട് നോക്കുന്നവർ, അൽ മുസ്തമിദ്ദൂന മിൻ അൻവാരിൽ ഖുർആനി, ഖുർആനിന്റെ പ്രകാശങ്ങളിൽ നിന്നും സഹായം തേടുന്നവർ, അങ്ങനെയുള്ള ആൾക്കാർ അറിയും, ആ മഹാന്മാർ അറിയും, അന്ന കുല്ല കൽബിൻ സലീമിൻ, എല്ലാ സലീമായ കൽബും, അഴുക്കില്ലാണ്ട് തെളിഞ്ഞ കൽബ്, മഖ്ബൂലിന് സ്വീകാര്യമാണ് ഇൻദല്ലാഹി, വ മുതനഇമുൻ ഫിൽ ആഖിറത്ത്, ആഖിറത്തിൽ ആ കൽബ് എന്താണ്? പിന്നെ മുത്തനഇമാണ്, അത് ആസ്വാദിക്കുന്നതാണ് ആഖിറത്തിൽ അനുഗ്രഹങ്ങളെ, ഫി ജിബാലില്ലാഹി, അള്ളാഹുവിന്റെ അയലത്ത്, അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ. വ മുസ്തഇദ്ദുൻ, ആ കൽബ് തയ്യാറാകുന്നതുമാണ്, യൻദുറ, അത് കാണാൻ, നോക്കാൻ, ബിഐനിഹിൽ ബാഖിയത്തി, ശേഷിക്കുന്ന, എന്നെന്നും ശേഷിക്കുന്ന അതിന്റെ കണ്ണുകൊണ്ട്, ഇലാ വജ്ഹില്ലാഹി തആല, അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കാൻ തയ്യാറാകുന്നതുമാണ് എന്ന കാര്യം അവരറിയും. സലീമായ കൽബ് തീർച്ചയായും മഖ്ബൂലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. ആഖിറത്തിൽ അത് ആ കൽബ് മുത്തനഇമാണ്, ഫി, അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ, അള്ളാഹുവിനെ നോക്കുന്നതിന് തയ്യാറുമാണ്. വാലിമ, അവരറിയും, അന്നൽ കൽബ, അവരറിഞ്ഞിരിക്കുന്നു, അന്നൽ കൽബ, കൽബ്, ഖുലിഖ സലീമൻ, കൽബിനെ സൃഷ്ടിക്കപ്പെട്ട് സലീമാ നിലയില, ന്യൂനതയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട നിലയിൽ, ശുദ്ധിയായ നിലയിൽ, ഫിൽ അസ്ലി, അസ്ലിൽ അങ്ങനെയാണ്. അപ്പൊ കുല്ലു മൗലൂദിൻ, എല്ലാ ഓരോ കുട്ടിയും, യൂലതു അലൽ ഫിത്ര, അതിന്റെ ശരിയായ നല്ല ഫിത്രത്തിന്റെ മേലാണ് കുട്ടികളൊക്കെ ജനിക്കുന്നത്. നല്ല ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾ, അവന്റെ തൗഹീദ്, അവന്റെ നിഅമത്തുകൾ വാരിക്കൂട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള അവസ്ഥയിലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത്. അതിൽ ശിർക്കോ ബിദ്അത്തോ ദലാലത്തോ ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ തനതായ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. ബൈനമാ തഫൂത്തുഹു സലാമത്തു, അയാൾക്ക് പിന്നെ ആ കുട്ടിക്ക് സലാമത്ത് നഷ്ടപ്പെടുന്നത് എപ്പോഴാ? സലാമത്ത് നഷ്ടപ്പെടുന്നത്, അതായത് ഈ പറഞ്ഞ ഉന്നതമായ അനുഗ്രഹം ആകുന്ന ആ രക്ഷ, അതവന് നഷ്ടപ്പെടുന്നത് ബി കദൂറത്തിൻ, കലക്കൽ കൊണ്ടാണ്. തർഹക്കു വജ്ഹു, അവന്റെ മുഖത്തെ വന്ന് പൊതിയുന്ന കലക്കൽ കൊണ്ടാണ്. മിൻ ഗബറത്തി ദുനൂബി, പാപങ്ങളുടെ പൊടിയാലുള്ള മുഖത്തെ വന്ന് പൊതിയുന്ന കലക്കൽ, അതുകൊണ്ടാണ് സലാമത്ത് നഷ്ടപ്പെടുന്നത്. ദുൽമത്തിഹ, ആ പാപങ്ങളുടെ ഇരുളിനാലുമുള്ള, അതുകൊണ്ടാണ് സലാമത്ത് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ കൽബ് സലീമാണ് എന്നവരറിയും. വീണ്ടും അലിമ, അവരറിയും, അന്ന നാറൻ നദമി, ഖേദത്തിന്റെ തീ, തഹരിക്കു തിൽക്കൽ ഖബർത്ത, ഈ പൊടിയെല്ലാം കരിച്ചു കളയും. ഖേദമാകുന്ന തീ വന്നു കഴിഞ്ഞാൽ പാപത്തിനാൽ ഉണ്ടാകുന്ന ഈ പൊടിയെല്ലാം കരിഞ്ഞ് ചാരമായി പോകും. വാന നൂറൽ ഹസനത്തി, നന്മയുടെ പ്രകാശം, യംഹു, അത് മായ്ച്ചു കളയും, അൻ വജ്ഹിൽ കൽബി, കൽബിന്റെ വജ്ഹിനെ തൊട്ട്, കൽബിന്റെ മുഖത്തെ തൊട്ട് നന്മയുടെ പ്രകാശം മായ്ച്ചു കളയും. എന്തിനെ? ദുൽമത്ത സയ്യത്ത്, തിന്മയുടെ ഇരുളിനെ മായ്ച്ചു കളയും. ഇത് അവർക്ക് മനസ്സിലാവും. വന്നഹു ലാ താഖത ലിളലാമിൽ മആസി, പാപങ്ങളുടെ ഇരുളുകൾക്ക് ഒരു താക്കത്തും ഉണ്ടാകത്തില്ല. മഅനൂരിൽ ഹസനാത്തി, നന്മകളുടെ പ്രകാശമുള്ളതോടുകൂടെ. നന്മകളുടെ പ്രകാശമുണ്ടെങ്കിൽ പാപങ്ങളുടെ ഇരുളിന് ഒരു അർത്ഥവുമില്ല. അത് നന്മകളുടെ പ്രകാശത്തിനെ കവച്ചു വെക്കുകയില്ല, പരാജയപ്പെടുത്തുകയില്ല, കീഴടക്കുകയില്ല. ഏതുപോലെ കമാല താക്കത്തലി ലലാമില്ലേരി, രാത്രിയുടെ ഇരുളുകൾക്ക് താക്കത്തില്ലാത്തതുപോലെ മഅനൂരിൻ നഹാരി, പ്രകാശത്തിന്റെ, പകലിന്റെ പ്രകാശത്തോടുകൂടി. പകലിന്റെ പ്രകാശം വന്നാൽ രാത്രിയുടെ ഇരുളിന് എന്ത് താക്കത്താവുള്ളത്? അതുപോലെയാണ്. പിന്നെ ബൽ, എന്നല്ല, കമാല താക്കത്ത, താക്കത്തില്ലാത്തതുപോലെ കദൂറത്തിൽ വസഖി, അഴുക്കിന്റെ ആ കരക്കലിന്, ബയാലി സാബൂനി, സോപ്പിന്റെ വെളുപ്പോടുകൂടെ. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുപ്പ്, അതോടുകൂടെ ഈ അഴുക്കിന്റെ കലർപ്പിന് ഒരു താക്കത്തും ഇല്ലാത്തതുപോലെ മനുഷ്യന്
തൗബ ഉണ്ടെങ്കിൽ, നന്മ ഉണ്ടെങ്കിൽ തിന്മയ്ക്ക് പിന്നെ അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അപ്പൊ കമാ അന്ന സൗബൽ വസഖ, അഴുക്ക് പിടിച്ച വസ്ത്രം, ലാ യഖ്ബലുഹുൽ മലിക്കു, അതിനെ രാജാവ് സ്വീകരിക്കാത്തതുപോലെ. രാജാവിന് ഒരാൾ അഴുക്കുള്ള വസ്ത്രം സമ്മാനമായി കൊടുത്താൽ സ്വീകരിക്കുവോ? ഇല്ലല്ലോ. അതുപോലെ കാരണം എന്തിനു സ്വീകരിക്കില്ല? യക്കൂന, ആ വസ്ത്രമാകുന്നതിന്, ലിബാസഹു, അയാൾക്കുള്ള വസ്ത്രം, പിന്നെ അണിയാനുള്ള ഉടുപ്പാകുന്നതിന്, രാജാവിനുള്ള അണിയാനുള്ള ഉടുപ്പാകുന്നതിന് രാജാവ് അഴുക്കുള്ള വസ്ത്രം സ്വീകരിക്കത്തില്ല എന്നതുപോലെ ഫൽ കൽബു, കൽബുൽ മുളിരുമു, ഇരുളുള്ള കൽബ്, ലാ യഖ്ബലുഹുല്ല, അള്ളാഹു അതിനെ സ്വീകരിക്കില്ല. ലി അൻ യകൂന, കൽബാകുന്നതിന്, ഫി ജവാരിഹി, അവന്റെ സാമീപ്യത്തിലാകുന്നതിന് അള്ളാഹു തആല കൽബിനെ സ്വീകരിക്കില്ല. വകമാ അൻ ഇസ്തിഅമാല സൗബി, വസ്ത്രത്തിനെ ഉപയോഗിക്കൽ, ഫിൽ അഅമാലി ഖസീസ, നികൃഷ്ടമായ അമലുകളിൽ, പ്രവൃത്തികളിൽ, മോശമായ പ്രവൃത്തികളിൽ, അഴുക്ക് പുരളാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ, ഈ ഹസീസായ അമൽ എന്ന് പറഞ്ഞ എന്തു ആയിക്കോട്ടെ, അതിൽ പിന്നെ വസ്ത്രത്തിനെ ഉപയോഗിക്കൽ, യുവസ്സിഹു സൗബ, വസ്ത്രത്തിനെ അത് അഴുക്കാക്കുന്നത് പോലെ, വഗസ്ലുഹു, അതിനെ കഴുകൽ, ബിസ്സാബുന്, സാബുനു ബൽമായി, വെള്ളം കൊണ്ടും കഴുകൽ, അൽ ഹാരി, ചൂടുള്ള വെള്ളം കൊണ്ടും കഴുകൽ, യുനല്ലിഫുഹു, ആ വസ്ത്രത്തിനെ വൃത്തിയാക്കും, ലാ മഹാലത്ത, യാതൊരു സംശയവുമില്ല. അതുപോലെ ഫസ്തിഅമാലുൽ കൽബി, കൽബിനെ ഉപയോഗിക്കൽ, ഫി ഷഹവാത്തി, ശരീരത്തിന്റെ ഇച്ഛകളിൽ കൽബിനെ ഉപയോഗിക്കൽ, യുവസ്സിഹുൽ കൽബ, കൽബിനെ അത് അഴുക്കാക്കും. വഗസ്ലുഹു, ആ കൽബിനെ കഴുകൽ, ബിമാഇ ദുമൂ, കണ്ണുനീരിന്റെ വെള്ളം കൊണ്ട് കഴുകൽ, വഹിർക്കത്തിന്റെ, അതിന് ഖേദത്തിന്റെ ചൂട് കൊണ്ടും കഴുകൽ, യുനല്ലിഫുഹു, കൽബിനെ അത് വൃത്തിയാക്കും, വയുത്തഹിറു, ശുദ്ധിയാക്കും, വയുസക്കി, അതിനെ പരിശുദ്ധമാക്കും. വകുല്ലു കൽബിൻ സക്കിയിൻ, പരിശുദ്ധമായ എല്ലാ കൽബും, താഹിരിൻ, ശുദ്ധിയുള്ള, ഫഹുവ മഖ്ബൂൽ, അത് അള്ളാഹുവിന്റെ മുമ്പിൽ മഖ്ബൂലായിരിക്കും. അതുപോലെ ശുദ്ധിയുള്ള വസ്ത്രം പോലെ. കമാ അന്ന കുല്ല സൗബിൻ നദീഫിൻ, ശുദ്ധിയുള്ള എല്ലാ വസ്ത്രവും, ഫഹുവ മഖ്ബൂൽ, അത് മഖ്ബൂലാകുന്നത് പോലെ. ഫഇന്നമാ അലൈക, നിന്റെ മേൽ നിർബന്ധമാണ്, അത്തസ്കിയത, ശുദ്ധി വരുത്തൽ, വൃത്തിയാകൽ, പരിശുദ്ധമാകൽ, വത്തത്ഹീറ, ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. അപ്പൊ അമ്മൽ കബൂലു, ഈ തൗബയുടെ കബൂലിയത്ത് എന്ന് പറയുന്നത് മബ്ദൂലുൻ ഖദ് സബഖ ബിഹിൽ ഖളാഉൽ അസ്ലിയു, അത് മബ്ദൂലാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാണെന്ന് അർത്ഥം. മബ്ദൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ ചെലവഴിക്കപ്പെടുന്നതാണ്, ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണെന്ന് അർത്ഥം. കബൂൽ ഖദ് സബഖ ബിഹി, അതുമായി മുൻകടന്നു, അൽ ഖളാഉൽ അസ്ലിയു, അസ്ലിയായ അള്ളാഹുവിന്റെ ഖള, തൗബ ചെയ്ത് സ്വീകരിക്കുന്നുള്ളത്. അല്ലതി ലാ മറദ്ദലോ, അതിനൊരു മടക്കമില്ല. ബഹുവൽ മുസമ്മ ഫലാഹൻ, അതിനാണ് ഫലാഹ് എന്ന് പറയുന്നത്, തൗബ അള്ളാഹ് സ്വീകരിക്കുന്നതിന്. അത് നേരത്തെ അള്ളാഹ് തീരുമാനിച്ചതാണ്. ഈ കൗലി, അള്ളാഹിന്റെ ഈ വാക്കിൽ ഫലാഹ് എന്ന് പറഞ്ഞ അതിനെ കുറിച്ച്, അത് അഫ്ലഹ മൻ സക്കാഹ, കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പറഞ്ഞതാണത്. ഒമൻ, ഒരാള് ലം യഅരിഫ്, അവൻ അറിഞ്ഞില്ല, അലാ സബീരി തഹ്ഖീഖി, ഉറപ്പായ രീതിയിൽ അവൻ അറിഞ്ഞില്ല, മാരിഫത്തിന്റെ ഒരു അറിവ്, അഖ്വാ വ അജ്ലാ മിനൽ മുശാഹദത്തി ബിൽ ബസരി, കണ്ണിന്റെ കാഴ്ചയേക്കാൾ അക്വയായ, തെളിഞ്ഞതായ ഒരു അറിവ് ഒരാൾ അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല? അന്നൽ കൽബ, കൽബ്, യതഅസ്സറു ബിൽ മആസി, പാപങ്ങളെ കൊണ്ട് അത് പ്രതിഫലനമുണ്ടാകും. താഹത്തുകളെ കൊണ്ടും, കൽബില് പാപങ്ങൾ കൊണ്ട് പ്രതിഫലനമുണ്ടാകും, താഹത്തുകളെ കൊണ്ടും പ്രതിഫലനമുണ്ടാകും. എങ്ങനത്തെ പ്രതിഫലനം? തഅസ്സുറൻ മുതലാദ്ദൻ, വിരുദ്ധമായ പ്രതിഫലനം. യുസ്തആറു ലഅഹദിഹിമ, ആ രണ്ടെണ്ണത്തിൽപ്പെട്ട ഒന്നിനെ ഇസ്തിആറ ചെയ്യപ്പെടും, എരവെടുക്കപ്പെടും. ലഫ്ളു ദുൽമത്ത്, ദുൽമത്ത് എന്ന ലഫ്ലിനെ, ദുൽമത്ത് എന്ന ലഫ്ലിനെ, അതായത് പാപങ്ങളാലുള്ള അസറിന് ദുൽമത്ത് എന്ന് പറയും. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഹക്കൊന്നും മനസ്സിലാകത്തില്ല. ഏതുപോലെ കമാ യുസ്തആറു, ഈ ദുൽമത്ത് എന്ന പദത്തിനെ എരവെടുക്കപ്പെടുന്ന പോലെ, ദിൽ ജഹിലി, ജഹിലിന് വേണ്ടി. ജഹാലത്തിനെ കുറിച്ചും ദുൽമത്ത് എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ജഹാലത്തിൽ ഇരുട്ട്, അവിടെ ഒന്നും കാണത്തില്ല. ഇവിടെ പാപങ്ങൾ വരുമ്പോൾ കൽബ് ഇരുട്ട്, ഒന്നും കാണത്തില്ല. അപ്പോൾ ഇസ്തിആറയുടെ വജൂഷിബ്, അതായത് അതിന്റെ ജാമ്യ, അതാണ് വ്യക്തമാകാതിരിക്കുക എന്നുള്ളതാണ് രണ്ടിടത്തും. അപ്പോ താഹത്തിന്റെ അസറുമുണ്ട്, അതുപോലെ തന്നെ മഹാസിയുടെ അസറുമുണ്ട്. ഒന്നിന് ദുൽമത്ത് എന്ന് പറയും. ഇസ്തിആറുൽ ആഖിരി, മറ്റതിന് വേണ്ടി ഇസ്തിആറ ചെയ്യപ്പെടും ലഫ്ദുൻ നൂരി, നൂറിന്റെ ലഫ്ദിനെ.
ഏതിന്? താഹത്തോടുള്ള താസുറിന് നൂറിന്റെ ലഫ്ദിനെ ഇസ്തിആറ ചെയ്യപ്പെടും. താഹത്ത് നൂറാണ്, കാണാൻ കഴിയും. കമാ ഇസ്തഹാറു, ഈ നൂറെന്ന ലഫ്ദിനെ ഇസ്തിആറ ചെയ്യപ്പെട്ട പോലെ ഇൽമിന്, ഇൽമി നൂറാണ്. കാരണം എന്താ? ഇൽമ കൊണ്ട് കാണാം എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ താഹത്ത് നൂറാണ്, അതിലൂടെ കൽബ് കൊണ്ട് അവന് കാണാം. വന്ന ബൈന നൂരി ദുൽമത്തി, നൂറിന്റെയും ദുൽമത്തിന്റെയും ഇടയിലുണ്ട് തലാദൻ ലറൂരിയായ വൈരുദ്ധ്യത. ലാ യുതസവ്വറുൽ ജംഉ ബൈന, രണ്ടും കൂടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് സങ്കല്പിക്കാനേ പറ്റില്ല, നൂറും ദുൽമത്തും കൂടെ. അപ്പൊ ഇങ്ങനത്തെ കാര്യം ഒരാൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപ്പൊ ഫകാന്നഹു ലം യതലഖ മിനദ്ദീനി, അവൻ ദീനിൽ നിന്നും കണ്ടെത്താത്തത് പോലെയാണ്. ഇല്ലാ ഖുശൂറ, ദീനിന്റെ വെറും തൊലികളെ അല്ലാതെ. വലം യഅലഖ് ബിഹി, ദീനുമായി അവൻ ബന്ധപ്പെട്ടില്ല, അവനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത പോലെയാണ്. ഇല്ല അസ്മാ, ദീനിന്റെ പേരുകൾ. അവന് നിസ്കാരം എന്ന പേരുണ്ട്, നോമ്പെന്ന പേരുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ കൽബ്, അവന്റെ കൽബ് ഫി ഖിത്താഇൻ കസീബിൻ, കട്ടിയുള്ള മൂടിയിലാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അൻ ഹഖീഖത്ത് ദീനി, ദീനിന്റെ ഹഖീഖത്തിനെ വിട്ട് കട്ടിയുള്ള മൂടിയിലാണ് അവന്റെ കൽബ്. ആ കൽബിലേക്ക് അതൊന്നും കയറുന്നില്ല, വെറും പേരുകൾ മാത്രമേ ഉള്ളൂ. ബൽ അൻ ഹഖീഖത്ത് നഫ്സിഹി, അവന്റെ നഫ്സിന്റെ ഹഖീഖത്തിനെ തൊട്ടും സിഫാത്ത് നഫ്സിഹി, അവന്റെ നഫ്സിന്റെ സിഫത്തുകളെ തൊട്ടും അവൻ എന്താണ്, കട്ടിയുള്ള മൂടി വന്നിരിക്കുകയാണ്. ഒമൻ, ഒരാള് ജഹല ബിൻ നഫ്സഹു, അവന്റെ നഫ്സിനെ കുറിച്ച് അവൻ അജ്ഞനായി. അപ്പോഴവൻ ബിഗൈരി, നഫ്സ് അല്ലാത്തതിനെ കുറിച്ച് അജ്ഹല്, കൂടുതൽ അജ്ഞനായിരിക്കും. നഫ്സിനെ കുറിച്ച് ഒരാൾ അജ്ഞനാണെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം അയാൾക്ക് അതല്ലാത്തതിനെ കുറിച്ച് കൂടുതൽ അജ്ഞതയുണ്ടെന്ന്. അല്ലാത്തതിനെ കുറിച്ചുള്ള അജ്ഞത ഉണ്ടാകുമ്പോഴാണ് നഫ്സിന്റെ അജ്ഞത വരുന്നത്. ആദ്യം ഉണ്ടാകുന്നത് അല്ലാത്തതിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. വാഅനി ബിഹി, ഈ ഗൈറ് അല്ലാത്ത എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കൽബ്, കൽബിനെയാണ്. നഫ്സ് അജ്ഞമായി കഴിഞ്ഞാൽ നഫ്സിനെ കുറിച്ച് അവന് ഒരു ഗ്രാഹ്യത ഇല്ലെങ്കിൽ അവന്റെ കൽബിനെ കുറിച്ച് ഗ്രാഹ്യത ഇല്ലെന്ന് അർത്ഥം. കാരണം ആദ്യം ഗ്രാഹ്യത ഉണ്ടാകേണ്ടത് കൽബിലാണ്. കൽബിലൊട്ടും ഗ്രാഹ്യത ഇല്ലെങ്കിൽ അത് നഫ്സിനെ ബാധിക്കും. ഇതെല്ലാം ഈ തസൗഫിന്റെ ചില പ്രയോഗങ്ങളാണ്. എല്ലാം ഒന്നും മനസ്സിലാവില്ല, ഞാൻ അർത്ഥം പറഞ്ഞു പോവുകയാണ്. ബിഹി അൽ കൽബഹു, ഇത് കൽബിഹി, കാരണം അവന്റെ കൽബ് കൊണ്ട് യഅരിഫു, അവൻ അറിയും. ഗൈറ കൽബി, കൽബല്ലാത്തത് അവൻ അറിയുന്നത് കൽബ് കൊണ്ടാണ്. അപ്പൊ അതല്ലാത്തത്, കൽബല്ലാത്തവന് നഫ്സ്, അതിനെ അവൻ അറിയുന്നില്ലെങ്കിൽ അപ്പൊ മനസ്സിലാക്കണം കൽബിനെ അവൻ ഒട്ടും അറിഞ്ഞിട്ടില്ല. അപ്പൊ കൈഫ യഅരിഫു, അവൻ എങ്ങനെ അറിയും ഗൈറു കൽബല്ലാത്തതിനെ? ഏതവസ്ഥയിൽ വഹു, അവൻ ലാ യഅരിഫു കൽബു, അവന്റെ കൽബിനെ അവൻ അറിയുന്നില്ല. കൽബിനെ അറിഞ്ഞെങ്കിൽ ആ കൽബ് കൊണ്ടാണ് ബാക്കിയുള്ളതിനെ അറിയുന്നത്. ആരെങ്കിലും ഇങ്ങനെ ഊഹിച്ചാൽ അന്ന തൗബത തസ്യഹു, തൗബ സഹിയാവും, വലാ തുഖ്ബൽ, സ്വീകരിക്കപ്പെടുകയില്ല. അതായത് തൗബ ശർത്തത്തെങ്കിൽ സ്വീകരിക്കപ്പെടുന്നതാണല്ലോ മുമ്പ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരാൾക്ക് തൗബ സ്വീകരിച്ചു എന്നുള്ള ഉറപ്പില്ല, സഹിയാകും പക്ഷെ സ്വീകരിക്കപ്പെടത്തില്ല എന്ന് ഒരുത്തൻ വിചാരിച്ചാൽ കമൻ, അത് ഒരാളെ പോലെയാണ്. യതവഹം, അവൻ ഊഹിക്കും, അന്ന ശംസ തത്ലുഉ, സൂര്യൻ ഉദിക്കും, വല്ലലാമുലായസുൽ, പക്ഷെ ഇരുള് നീങ്ങത്തില്ല എന്ന് വിചാരിച്ച പോലെയാണ്. തൗബയുടെ ശർത്തത്തെങ്കിൽ തൗബ സ്വീകരിക്കും, സ്വീകരിക്കത്തില്ല സഹി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ പോലെയാണ്. സൂര്യൻ ഉദിക്കുന്നു, ഇരുള് മാറുന്നില്ല, അങ്ങനെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. സൗബ്, വസ്ത്രം, യുസ്ലനെ കഴുകപ്പെടും, സാബുവിന് സൗപ്പ് കൊണ്ട്, വസഹു, അഴുക്കിലായസുൽ, നീങ്ങത്തില്ല എന്ന് വിചാരിക്കുന്നതിനെ പോലെയാണ്. ഇല്ല യഗൂസറുൽ വസഹു, അഴുക്ക് പിന്നെ പൊതിഞ്ഞാലല്ലാതെ, തൂലി തറാക്കുമിഹി, ആ അഴുക്ക് ഒരുപാട് തിങ്ങിക്കൂടിയതിന്റെ പേര് തറാക്കുമിന്റെ തൂല് കാരണം. തറാക്കും എന്ന് പറഞ്ഞാൽ അഴുക്ക് ഒന്നിന്റെ മേൽ ഒന്നായിട്ട് അട്ടിയായിട്ട് വന്നു വളരെ കാലമായിട്ട്, അതാണ് തൂല്. ഈ തജാഫി ഫി സൗബി, വസ്ത്രത്തിന്റെ ഉള്ളുകളില്, വഖാലി, അതിന്റെ ഇടയിലെല്ലാം അഴുക്കിങ്ങനെ അട്ടിയായിട്ട് വന്നാലല്ലാതെ സോപ്പ് കൊണ്ട് അഴുക്ക് നീങ്ങത്തില്ല എന്ന് വിചാരിച്ചതിനെ പോലെ ഇരിക്കും. സോപ്പ് കൊണ്ട് നീങ്ങത്തില്ല എന്ന് വിചാരിച്ചവനെ പോലെയാണ്. സോപ്പ് കൊണ്ട് നീങ്ങൂ എന്നുള്ളതാണ്, ഇങ്ങനെ കട്ടിയായെങ്കിലേ നീങ്ങാതിരിക്കുള്ളൂ. പല യക്കുവ സാബുൻ, അപ്പ സാബുൻ പിന്നെ എന്താകത്തില്ല, കഴിവുള്ളതാകത്തില്ല. അല കല്ലി, അതിനെ നീക്കാൻ. അപ്പോ അല്ലാതെ സോപ്പ് ഉപയോഗിച്ചാൽ ശുദ്ധിയാകും, ഇത്രയും കട്ടിയാണെങ്കിലേ ശുദ്ധി ആകാതുള്ളൂ, അല്ലെങ്കിൽ ശുദ്ധിയാകും എന്നതുപോലെ തോബ ചെയ്ത തോബ വേണ്ട വിധത്തിലാണെങ്കിൽ തോബ സ്വീകരിക്കും. ഇപ്പൊ മിസാലു ദാലിക, ഇതിന്റെ ഉദാഹരണം, അൻ തതറാക്കമ ദുനൂബു, പാപങ്ങൾ ഇങ്ങനെ തിങ്ങിക്കയറലാണ്. ഏതുപോലെ അഴുക്കിങ്ങനെ അട്ടിയായിട്ട് വന്ന പോലെ പാപം അട്ടിയായിട്ട് വന്നു. ഹത്ത തസീറ, അങ്ങനെ ആ പാപമായ തബഅൻ, ഇവന്റെ പ്രകൃതിയായി മാറി. റൈനൻ, കറയായി, അലൽ കൽബി, കൽബിൽ.
ഫമിസ്ലു ഹാദൽ കൽബി, അപ്പൊ ഈ കൽബ് പോലുള്ളത് ലാ യർജു, അത് ഹക്കിലേക്ക് മടങ്ങി വരത്തില്ല. വലാ യതൂബു, അത് തൗബ ചെയ്യുകയുമില്ല. നഅം, പക്ഷേ ഖദി യഖൂലു, ചിലപ്പോഴവൻ പറയും ബിൽ ലിസാന, നാവ് കൊണ്ട് തുബുത്തു, ഞാൻ തൗബ ചെയ്തെന്നൊക്കെ പറയും. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും, കൽബിൽ ഉണ്ടാകത്തില്ല. ഫയകൂനു ദാലിക, അതാകും ഖൗലിൽ ഖസ്സാരി, ഒരു അലക്കുകാരൻ പറയുന്ന പോലെ ബിലിസാനി, അവന്റെ നാവ് കൊണ്ട് അത് ഖസൽത്തു സൗബ, വസ്ത്രം ഞാൻ കഴുകാതെ. അതാർക്ക് അത് ലാ യുനല്ലിഫു സൗബ, വസ്ത്രത്തിനെ ശുദ്ധിയാക്കത്തില്ല. അസ്ലൻ മാലം യുഗയ്യർ, അയാൾ വ്യത്യാസപ്പെടുത്താതിരിക്കുവോളം സിഫത്ത സൗബ, വസ്ത്രത്തിന്റെ സിഫത്തിനെ. വസ്ത്രത്തിന്റെ സിഫത്ത് എങ്ങനെയാ വ്യത്യാസം വരുന്നത്? ബിസ്തിഅമാലിമാ യുലാദുൽ വസ്ഫ, വസ്ത്രത്തിൽ അഴുക്കാകുന്ന സിഫത്തിനോട് എതിരായ ഒന്നിനെ ഉപയോഗിക്കലുണ്ട്. അൽ മുത്തമക്കിനി ബിഹി, അയാൾക്ക് സൗകര്യമായ ഒന്ന്, അത് സോപ്പോ കാരോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. അതില്ലാതെ എന്താകത്തില്ല, വസ്ത്രം ശുദ്ധിയാവുകയില്ല. അല്ലാണ്ട് വെറുതെ നാക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഫഹാദ, ഇത് ഹാൽ ഇംതിനാഅ അസ്ലി തൗബത്ത്, അസൽ തോബയെ നിരാകരിക്കുന്നതിന്റെ അവസ്ഥയാണ്. അസൽ തോബയെ കിട്ടത്തില്ല എന്ന് വിചാരിക്കുന്നവരുടെ അവസ്ഥയാണ്. അസൽ തോബ ഉണ്ടെങ്കിൽ അത് കിട്ടും. വഹുവ ഗൈറു ബഈദിൻ, ഈ ഒരു അവസ്ഥ ബഈദൊന്നുമല്ല. ബൽ ഹുവ ഗാലിബു അലാ കാഫത്തിൽ ഖൽഖി, കൂടുതൽ സൃഷ്ടികളുടെ മേലും ഇതാണ് പതിവ്. പിന്നെ തൗബയൊന്നും സ്വീകരിക്കത്തില്ല എന്ന വിചാരമാണുള്ളത്. എങ്ങനത്തെ സൃഷ്ടികള്? അൽ മുഖ്ബിലീൻ അല ദുന്യാവിന്റെ മുന്നിട്ടവരായ, അൽ മുഅ്രിദീൻ അനില്ലാഹി, അള്ളാഹുവിനെ തൊട്ട് പിന്തിരിഞ്ഞവർ, അള്ളാഹുവിനെ തൊട്ട് പിന്തിരിഞ്ഞ, ബിൽകുല്ലിയ പിന്തിരിഞ്ഞ, ദുന്യാവിന്റെ മുന്നിട്ട് എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ്. എന്റെ തൗബയൊന്നും സ്വീകരിക്കത്തില്ല എന്ന തോന്നൽ അതൊക്കെ ഉണ്ടാകും. അത് ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഫഹാദൽ ബയാൻ, ഈ വിശദീകരണം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാഫിന് ഇത് മതിയാവും. ഇന്ദ ദവിൽ ബസാരി, ഉൾക്കാഴ്ചയുള്ളവരുടെ അടുക്കൽ, കബൂലി തൗബത്തി, തോബ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഉൾക്കാഴ്ചയുള്ളവരുടെ അടുക്കൽ ഇത് മതിയാകും. വലാക്കിന്ന, പക്ഷേ നാം നഅ്ദിദു, നാം ശക്തി പകരാം, ജനാഹു, ഇതിന്റെ ചിറകിന്, ഈ പറഞ്ഞതിന്റെ ചിറകിന് നാം ശക്തി പകരും. ബിനഖ്ലിൽ ആയാത്തി, ആയത്തുകളെ എടുത്തുദ്ധരിക്കലുകൊണ്ട്, വല്ല അഖ്ബാരി, ഹദീസുകളെയും, വല്ല ആസാരി, മഹാന്മാരുടെ വാക്കുകളെയെല്ലാം എടുത്തുദ്ധരിക്കലുകൊണ്ട് ഇതിന് നാം ശക്തി പകരും. ഏതിന്? തോബയെ സ്വീകരിക്കുന്നുള്ളതിന് ബുദ്ധിപരമായ കാര്യങ്ങളല്ലേ കുറെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞത്. അത് മാത്രം പോരാ, അതിന് ശക്തിയായിട്ട് ഖുർആനും ഹദീസും എല്ലാം വേണ്ടതുണ്ട്. കാരണം ഫകുല്ലിസ്തിബ്സാരിൻ, എല്ലാ ഓരോ കണ്ടെത്തലുകളും, ലാ യശ്ഹദു ലഹുൽ കിതാബു സുന്നത്തു, ഹദീസും ഖുർആനും സുന്നത്തും അതിന് സാക്ഷിയാകുന്നില്ല. അങ്ങനെയുള്ള എല്ലാ കണ്ടെത്തലുകളും ലാ യൂസഖു ബിഹി, അതിനെ ഉറപ്പിക്കപ്പെടുകയില്ല. അതിനെ അതുകൊണ്ട് വുസൂഖുണ്ടാകത്തില്ല. ആ കണ്ടെത്തലുകൾക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല. ഉറപ്പുണ്ടാവണമെങ്കിൽ ഖുർആനിന്റെ പിന്തുണ ഉണ്ടാവണം, ഹദീസിന്റെ പിന്തുണ ഉണ്ടാവണം. വഖദ് ഖാല തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്. അല്ലാഹു തആല അവൻ അല്ലദീ, ഒരു അല്ലാഹുവാണ്, യഖ്ബലു തൗബത, തൗബയെ അവൻ സ്വീകരിക്കും, അൻ ഇബാദിഹി, അവന്റെ അടിമകളെ തൊട്ട്, വയഅഫു അൻ, മാപ്പാക്കും, അനിസ് സയ്യിആത്ത്, തിന്മകളെ തൊട്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ഖാല തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി, പാപത്തിനെ പൊറുക്കുന്നവനാണ് അല്ലാഹു, തൗബയെ സ്വീകരിക്കുന്നവനാണ്. ഇലാ ഗൈരി ദാലിക, അതല്ലാത്ത ഒരുപാട് ആയത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലല്ലാഹു അഫ്റഹു, നിശ്ചയം അല്ലാഹു തആല ഏറ്റവും സന്തുഷ്ടനായിരിക്കും, ബി തൗബത്തി അഹദിക്കും, നിങ്ങൾപ്പെട്ട ഒരാളുടെ തൗബ കൊണ്ട്. ഹദീസ് നേരത്തെ വന്നു പോയതാണ്. വൽ ഫറഹു, ഇവിടെ ഈ പറഞ്ഞ നേരത്തെ വന്നതാണ് ഈ ഹദീസ്. ഒരു അടിമയേക്കാൾ, അടിമ മരുഭൂമിയിൽ പോയി തന്റെ ഭക്ഷണങ്ങളെല്ലാം ഉള്ള വാഹനം അയാൾ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അയാൾ നിരാശനായി മരിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കടന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അടുത്ത അയാളുടെ വാഹനം വന്ന് നിന്നാൽ അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാകും. അതിനേക്കാൾ സന്തോഷം ഒരു അടിമ തൗബ ചെയ്ത് മടങ്ങി വരുമ്പോൾ അള്ളാഹുവിനുണ്ടാകും എന്നുള്ള ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയതാണ്. വൽ ഫറഹു, ഈ സന്തോഷം എന്ന് പറയുന്നത് വറാ അൽ കബൂരി, കബൂരിന്റെ പുറകെയാണ്. ആ കബൂർ എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണ്. അടുത്ത പടിയാണ് തലബ്, പിന്നെ സന്തോഷം എന്ന് പറയുന്നത്. കബൂൽ എന്ന് പറഞ്ഞ ശരി, സ്വീകരിക്കുന്നു. ഫറഹദല്ല, അവൻ എൻ്റെ അടിമ വന്നല്ലോ എന്ന നിലയിലുള്ള വല്ലാത്തൊരാഹ്ലാദമാണ്. ദലീലുൻ അലൽ കബൂലി, ഈ ഫറഹ, സന്തോഷം എന്ന് പറയുന്നത് കബൂലിന്റെ മേലുള്ള തെളിവാണ്. സിയാദത്തിന്, അതിനേക്കാൾ സിയാദത്തിന്റെ മേലുള്ള തെളിവാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുത്തു യദഹു, അവന്റെ കൈ അല്ലാഹു തആല
നീട്ടിവെച്ചിരിക്കുന്നു. തോബ കൊണ്ട് ലി മുസീഇല്ലൈലി രാത്രി പാപം ചെയ്തവന്റെ തോബ സ്വീകരിക്കാൻ, ഇലൻ നഹാരി പകൽ വരെ, വലിയ മുസീഇൻ നഹാരി പകൽ തോബ ചെയ്തവന്റെ പാപം ചെയ്തവന്റെ തോബ സ്വീകരിക്കാൻ അള്ളാഹ് കൈ നീട്ടിവെച്ചിരിക്കുന്നു, ഇലല്ലൈലി രാത്രി വരെ, ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹ സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ഉദിക്കുന്നത് വരെ. വസ്തുപ്രിയതി കൈ നീട്ടിവെക്കാന്നുള്ളത് കിനായത്തിനത് കിനായാണ്. തലബി തോബത്തി തോബയുടെ തലബ് അള്ളാഹുവിനുണ്ട് എന്നുള്ളതിലേക്ക്, വെറും കബൂലിയത്തല്ല, തലബുണ്ട്. താലിബ് വറാ അൽ കാബില് കാബിലിന്റെ തൊട്ട് പുറകെയാണ്. കാബിൽ ആദ്യത്തെ പടിയാണ്. ചെയ്തു, അവൻ തോബ ചെയ്തു, ശരി ആയിക്കോട്ടെ എന്നുള്ളത്. താലിബ് അങ്ങനെയല്ല, എന്റെ അടിമ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അടിമ ചെയ്യുമ്പോൾ അള്ളാഹുത്താല അതിനെ പെട്ടെന്ന് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. അടിമയുടെ പുറകെ നടക്കാൻ നീ തോബ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട്, അതാണ് താലിബ്. അപ്പൊ അവന്റെ തോബ ഉറപ്പാണ് അള്ളാഹുത്താല സ്വീകരിക്കും. അപ്പൊ കാബിൽ മാത്രമല്ല, അള്ളാഹുത്താല താലിബുമാണ്. റുബ്ബ കാബിലിൻ, എത്രയോ കാബിലാണ്, ലൈസബി താലിബിൻ, അയാൾ താലിബല്ല. അങ്ങനെയുള്ള എത്രയോ കാബിലാണ്. ചെയ്താൽ ശരി എന്ന് പറഞ്ഞ് സ്വീകരിക്കും. ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നും അയാൾക്കില്ല. അങ്ങനെയുള്ള എത്രയോ കാബിലാണ്. തന്റെ കൂട്ടുകാരൻ തന്നോട് ഉപദ്രവം കാണിച്ചു, അല്ലെങ്കിൽ തന്റെ മകൻ തന്നോട് ഉപദ്രവം കാണിച്ചു, തന്റെ ജോലിക്കാരൻ തന്നോട് ഉപദ്രവം കാണിച്ചു, തെറ്റ് ചെയ്തു. എന്നാൽ അയാൾ മാപ്പിരുന്നാൽ സ്വീകരിക്കും. ചിലതങ്ങനെയല്ല, സ്നേഹം കാരണം അയാൾ മാപ്പിരക്കുന്നത് കാത്തിരിക്കും. അതാണ് താലിബ്. വലാ താലിബ, ഒരു താലിബും ഇല്ല വഹുവ കാബിനോ, കാബിലായിട്ടല്ലാതെ. കാബിലാണെന്ന് വെച്ചാൽ താലിബ് അയക്കണമെന്നില്ല. കാബിൽ ആദ്യത്തെ പടിയാ. താലിബാണെങ്കിൽ ഉറപ്പായിട്ടും കാബിലായിരിക്കും. തലബുണ്ടെങ്കിൽ കബൂലിയത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലൗ അലിംതുമുൽ ഖതായ, നിങ്ങൾ പാപങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ, ഹത്താ ലൗ അമിൽതുമുൽ ഖതായ, നിങ്ങൾ പാപങ്ങൾ ചെയ്താൽ, ഹത്താ തബ്ലുഗ സമാ, അത് ആകാശം വരെ എത്തി, അത്രയും പാപം. സുമ്മ നദിംതും, പിന്നെ നിങ്ങൾ ഖേദിച്ചു, എന്നാലും നതാബല്ലാഹു അലൈക്കും, നിങ്ങളുടെ തോബയെ അല്ലാഹു തആല സ്വീകരിക്കും. വഖാലായതും വീണ്ടും അള്ളാഹു പറഞ്ഞു, ഇന്നൽ അബ്ദ, ഒരടിമ, യദ്നിബു, അവൻ പാപം ചെയ്യും, അദ്ദംബ, ഒരു പാപത്തെ, അങ്ങനെ ഫയദ്ഖുലു ബിഹി, ആ പാപം കാരണമായി അൽ ജന്നത്ത്, അവൻ സ്വർഗത്തിൽ പോകും. അതെങ്ങനെയാ പാപം കൊണ്ട് തോപ്പ് സ്വർഗത്തിൽ പോകുന്ന? ഫഖീല, ചോദിക്കപ്പെട്ടു, കൈഫ ദാലിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അതെങ്ങനെയാ പാപം കൊണ്ട് സ്വർഗത്തിൽ പോകുന്നത്? കാല, അവിടുന്ന് അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂന, ആ പാപമാകും, നസ്ബ ഐനി, അവന്റെ കണ്ണിന്റെ മുമ്പിലുണ്ടാകും, തായിബം മിന്നു, അവൻ തോബ ചെയ്തവനുമാകും. കണ്ണിന് മുമ്പിൽ പാപങ്ങൾ ഉണ്ടാകും, അവൻ തോബ ചെയ്തവനുമാകും. ഫാറൻ, അവൻ ആ പാപത്തിന് ഒളിച്ചോടുന്നവനുമാകും. ഹത്ത, അങ്ങനെ യദ്ഖുലുൽ ജന്നത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, കഫാറത്തു ദുനൂബി, തമ്പി, പാപത്തിന്റെ പരിഹാരം അന്നദാമത്തു, ഖേദമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, തായിബു മിനദ് ദംബി, പാപത്തിൽ നിന്ന് തോബ ചെയ്യുന്നവൻ, കമൻ, ഒരാളെ പോലെയാണ്, ലാ ദംബലോ, അവനക്ക് ഒരു പാപവുമില്ല, അങ്ങനത്തെ ഒരാളെ പോലെയാണ് പാപത്തിൽ നിന്ന് തോബ ചെയ്തവൻ. വയുർവ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന തന്നെ ജയ്സൻ, ഒരു ഹബ്ശിയൻ, ഒരു നീഗ്രോ ആയ ഒരു അറബി, കാല, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി കുന്തു അഅമലു, ഞാൻ ചെയ്തവനാണ് നബിയ, ഫവാഹിഷ്, ഒരുപാട് നികൃഷ്ട കാര്യങ്ങളെ, ഫഹല്ലി മിൻ തോബ, എനിക്ക് തോബയുണ്ടോ നബിയെ? കാല, അവിടുന്ന് അരുളി, നഅം, തോബയുണ്ട്. ഫവല്ല, അദ്ദേഹം മടങ്ങിപ്പോയി. സുമ്മ റജഅ, എന്നിട്ട് അദ്ദേഹം വീണ്ടും മടങ്ങി വന്നു. എന്നിട്ട് തിരിച്ചു പോയിട്ട് മടങ്ങി വന്നു. ഫല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. പിന്നെ അദ്ദേഹം മടങ്ങി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ കാന യറാനി, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടോ? വാന അമലോ, ഞാൻ ആ പാപം ചെയ്യുമ്പോ? കാല, അവിടുന്ന് അരുളി, നഅം. ഇത് കേട്ടതും ഫസാഹൽ ഹബശിയു, ആ നീഗ്രയായ സഹാബി അട്ടഹസിച്ചു, സൈഹത്തിന്, അട്ടഹാസം. ഫഖറജത് മിന്നാ റൂഹു, അദ്ദേഹം അതോടുകൂടി മരണപ്പെട്ടു പോയി. അള്ളാഹുവിനെ പേടിയിൽ അദ്ദേഹം മരിച്ചു. നല്ല മരണം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഖൽബിനെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ. വൈറുവ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നല്ലാഹ അസ്സ വജല്ല ലമ്മ ലഅന ഇബ്ലീസ, ഇബ്ലീസിനെ അള്ളാഹു ശപിച്ചപ്പോ, സഅലഹു, ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചു, അന്നദറത, കുറെ പിന്തിക്കണമെന്ന്. അങ്ങനെ ഫഅൻദറു, അള്ളാഹു തആല അവനെ പിന്തിച്ചു, ഇലാ യൗമിൽ ഖിയാമ, ഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഫഖാല, അപ്പൊ അവൻ പറഞ്ഞു, വഇസ്സതിക, നിന്റെ അന്തസ്സിനെ തന്നെ സത്യം, ലാ ഖറജ്തു, ഞാൻ പുറത്തു പോകത്തേയില്ല, മിൻ ഖൽബി ഇബ്നി ആദം, ഇബ്നി ആദമിന്റെ കൽബിൽ നിന്നും, മാദാമ ഫീ റൂഹു, അവന് റൂഹുള്ളിടത്തോളം കാലം ഞാൻ പുറത്തു പോകത്തില്ല. ഫഖാല, അള്ളാഹ് പറഞ്ഞു, വഇസ്സതി, എന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, ജലാലി, എന്റെ വളർമയെ തന്നെ സത്യം, ലാ ഹജബ്തു അൻഹു, ഞാൻ അവനെ തൊട്ട് മറയിടുകയില്ല, തോബയെ, മാദാമ റൂഹു, അവൻ റൂഹുണ്ടായിരിക്കത്തോളം കാലം
ഞാൻ തോബയെ മറികടത്തില്ല. അള്ളാഹു തആല ഇബ്ലീസിനോട് തിരിച്ചു പറഞ്ഞു. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഹസനാത്തി നന്മകൾ യുദ്ഹിബുന സയ്യിആത്ത് തിന്മകളെ അത് മായ്ച്ചു കളയും. കമാ യുദ്ഹിബുൽ മാഉ അൽ വസഖ വെള്ളം അഴുക്കിനെ മായ്ച്ചു കളയുന്ന പോലെ. വൽ അഖ്ബാറു ഫി ഹാദാ ഈ വിഷയത്തിൽ ഖബറുകൾ ഹദീസുകൾ ലാ തുഹ്സ എണ്ണിക്കളുത്തപ്പെടുത്തപ്പെടാൻ പറ്റാത്തത്രയും ഉണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കി പിന്നീട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.